ഇന്നലെ മെയ് 10, 2025 ജബൽപൂരിൽ നിന്നും രാവിലെ വാരണാസിയിലെത്തി. ഉച്ചതിരിഞ്ഞ് വാരണാസിക്കടുത്ത് പ്രവർത്തിക്കുന്ന ദേവദാസനെ, മാർക്ക് എന്ന പേരുള്ള തമിഴ്നാട് സ്വദേശിയായ ദേവദാസനെ, അദ്ദേഹം നമ്മളോടൊപ്പം പ്രവർത്തിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തെ കാണുവാൻ പോയി. കഴിഞ്ഞ 26 വർഷമായി അദ്ദേഹം കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. 13 വർഷമായി വാരണാസിക്കടുത്ത് താമസിക്കുന്നു. ഏറ്റവും എതിർപ്പുള്ള പ്രദേശങ്ങൾ, എന്നാൽ അവിടെ താൻ ധൈര്യത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഏതാണ്ട് 100-നടുത്ത് ദൈവ മക്കൾ തനിക്ക് ദൈവം നൽകിയിട്ടുണ്ടായിരിക്കും. അവരെല്ലാവരും തന്നെ പുതിയ ആളുകൾ. താൻ പല ബൈബിളുകൾ വലിച്ചു കീറിക്കളഞ്ഞയാളാണ്. ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്നുള്ള ഭർത്താവും ഭാര്യയും എപ്പോഴും തമ്മിൽ വഴക്ക്, വീട്ടുകാരുമായി മറ്റു പ്രശ്നങ്ങൾ, മദ്യപാനം. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഭാര്യ യേശുവിനെ അറിയുന്നു. താൻ അവരെ മർദ്ദിക്കുന്നു, ധാരാളം മർദ്ദിച്ചു. എന്നാൽ ഒരു ദിവസം താൻ ഒരു പ്രാർത്ഥനയ്ക്ക് പോകുന്നു. തൻ്റെ ജീവിതം വ്യത്യാസപ്പെടുന്നു. അതിനുശേഷം താൻ 13 വർഷം പഞ്ചാബിൽ കർത്താവിൻ്റെ വേല ചെയ്തു. ദൈവാത്മാവ് തന്നോട് വ്യക്തമായി സംസാരിച്ചു. ആ സമയം വരെ അവിടെ വേല ചെയ്തു. അതിനുശേഷം പുതിയൊരു സ്ഥലത്തേക്ക്, അതും ദൈവാത്മാവ് തന്നോട് നേരിട്ട് ഇടപെട്ടു. അങ്ങനെ ഉത്തർപ്രദേശിൽ വാരണാസിക്കടുത്ത് ഒരു ഗ്രാമം അവിടെ താൻ താമസിച്ച് പ്രവർത്തിക്കുകയാണ് ഭാര്യയോടൊപ്പം. ഈ എതിർപ്പുകളുള്ളപ്പോൾ തന്നെ സഹായിക്കുവാനായി എതിർക്കുന്നവരിൽ പ്രധാനപ്പെട്ട കൂട്ടർ എന്ന് അറിയപ്പെടുന്നവർ അവർ തയ്യാറായിരിക്കുകയാണ്. അവരാണ് തന്നെ അവിടെ സഹായിക്കുന്ന ഒരു കൂട്ടർ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇന്ന് ഞായറാഴ്ച ഞങ്ങൾ ഗാജിപ്പൂരിലേക്ക് പോയി. ഈ എതിർപ്പിൻ്റെ മധ്യത്തിൽ അവിടെയും ഏതാണ്ട് 100ഓളം ആളുകൾ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്നു. എന്തും സംഭവിക്കാമെന്ന് പുറത്തുള്ളവർ ചിന്തിക്കുന്ന സ്ഥിതിയിൽ ഇന്ന് 100ഓളം പേർ, പലരും ഇന്ന് വന്നില്ല. ഇന്ന് 4 കല്യാണങ്ങൾ വരെയുള്ള ദിവസമാണ്. ധൈര്യത്തോടെ അവിടുത്തെ ദേവദാസന്മാർ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ, വിശ്വാസികൾ കടന്നു വരുന്നത് കാണുമ്പോൾ, അവരെയൊക്കെ വേലയ്ക്ക് നിയോഗിക്കുവാൻ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതോർത്ത്, അവരെയൊക്കെ ഇന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ത്രിവേന്ദ്രൻ സഹോദരൻ്റെ അടുക്കലും പോയി. താൻ സുവിശേഷ നിമിത്തമായി ജയിലിൽ ഭാര്യയും കുഞ്ഞിനോടുമൊപ്പം പോയ ആളാണ്. അവിടെ നിന്നും മടങ്ങി വന്നു. ഇന്ന് വാരണാസിയിലാണ് താമസം. പട്നയിൽ നിന്നും ഡെറാഡൂണിൽ പോയി. അവിടെ നിന്നും ജബൽപൂരിലെത്തി. അവിടെ നിന്നും 4-4.5 മണിക്കൂറുകൾ യാത്ര ചെയ്ത് ബാലഘട്ടിലെത്തി. അവിടെ നിന്നും തിരിച്ച് ജബൽപൂർ. ഇന്നലെ വാരണാസി. നാളെ വാരണാസിയിൽ നിന്ന് 1-2 മണിക്കൂർ യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലം. ദൈവം സഹായിച്ചാൽ മറ്റന്നാളാണ് രാവിലെ എത്തുന്നത് പട്നയിൽ. ഇങ്ങനെ ദീർഘയാത്രകൾ ചെയ്യുവാനുള്ള ആരോഗ്യം ദൈവം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർച്ചയായ യാത്രകൾ ഉണ്ട്. എത്രത്തോളം ദൈവം സഹായിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികളെ കാണുവാൻ ദൈവം സഹായിച്ചു. എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുന്നു. സ്തോത്രം.